ഇന്ന് നമുക്ക് കത്രിക്ക ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഈ കത്രിക്ക ഒന്നുമല്ല, ഇതിന് പകരം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതേപോലെ ഫ്രൈ ഉണ്ടാക്കി തരുമായിരുന്നേ. അതുപോലെ തന്നെ ഈ വഴുതനങ്ങയ്ക്ക് പകരം വെണ്ടയ്ക്ക വെച്ചിട്ടും ഇതുപോലെ ഫ്രൈ ഉണ്ടാക്കി, അതൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ അതിനൊരു വലിയ കാട്ട് വഴുതനങ്ങ പോട്ടെ, കത്രിക്കയാണ് കൊണ്ടുവന്നത്. അതിനെ ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേക്കാനുള്ള മസാലയ്ക്കായിട്ട് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയും, കുരുമുളക് പൊടിയും, ഉപ്പും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കത്രിക്കയില്ലേ, ഇതിപ്പോൾ വട്ടത്തിൽ മുറിക്കണമെന്നൊന്നുമില്ല കേട്ടോ, നീളത്തിലായാലും മുറിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ആ കത്രിക്കയിലേക്ക് നമുക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഞാൻ അല്ലാതെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്യുവാണേ. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് കത്രിക്ക കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിള്ളേർക്ക് സ്കൂളിലോട്ടൊക്കെ കൊടുത്തു വിടാം, അധികം എരിവില്ലാതെ അങ്ങ് ഉണ്ടാക്കുകയാണെങ്കിൽ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, ഒരു മോര് കറിയോ ഇല്ലെങ്കിൽ ഇത്തിരി തൈരായാലും മതി, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ല ആവി പറക്കുന്ന ചൂട് ചോറും അതിൻ്റെ കൂടെ കത്രിക്ക ഫ്രൈയും പിന്നെ കുറച്ച് തൈരും കൂടെ എടുത്തായിരുന്നു, അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. അപ്പോൾ അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുമായിരുന്നോ, ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.